ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ക്രിസ്മസ് പ്രമാണിച്ച് ഇരിഞ്ഞാലക്കുട രൂപതയിലുള്ള കൊടകര ഇരിഞ്ഞാലക്കുട റൂട്ടിലെ വെള്ളക്കുന്ന് ഇടവകയിലാണ് എത്തിയിരിക്കുന്നത്. ലൈറ്റും സൗണ്ടും ഒരുപാട് രീതിയിൽ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ വെള്ളക്കുന്ന് ഇടവകക്കാർ നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. 1-ാം തീയതി വരെയാണ് ഇതിൻ്റെ ഡേറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ചെല്ലുമ്പോൾ തന്നെ ഇതുപോലെ കുട്ടികൾക്ക് ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള കുറേ കാര്യങ്ങളോട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആനപ്പുറത്ത് കയറി ഫോട്ടോസ് എടുക്കാനുള്ള അറേഞ്ച്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പഴമയെ നിലനിർത്തുന്ന രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു ഓല വീടുകളും ആ ഓല വീടിൻ്റെ മേലെ കൂടെ വെള്ളം വീഴുന്ന സീനും എല്ലാം ഉണ്ട്. പക്ഷെ അത് ഒക്കെ അതിൻ്റേതായ രീതിയിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് തന്നെ വേണം പറയാനായിട്ട്. അവിടെ ചെന്ന് കണ്ട് ആസ്വദിക്കുക തന്നെയാണ് ശരിക്കും അതിൻ്റെ ഒരു റിയൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. എന്നാലും വന്ന് കാണാൻ പറ്റാത്തവർക്ക് ചെറിയ രീതിയിൽ നമ്മുടെ വീഡിയോ കൂടെ നമ്മളത് കാണിക്കുന്നു എന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ നേരെ പോകുന്നത് ഈ കൊടുങ്ങയിലുള്ള വെള്ളിക്കുളങ്ങര കൊടുങ്ങയിലുള്ള ഇടവകയ്ക്കാണ്. അവിടെയും ഒരു കപ്പലും അതുപോലെ തന്നെ പഴമയെ നിലനിർത്തുന്ന രീതിയിലുള്ള പുൽക്കൂട്, ആട്ടിൻകൂട്, കിണർ അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പിലാണ് അവിടെയും പുൽക്കൂട് ഒരുക്കിയിട്ടുള്ളത്. തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള 2 പുൽക്കൂടുകളാണ് ഇവിടെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ സപ്പോർട്ട് ചെയ്യുക. ദിസ് ഇസ് ധന്യാസ് ഓൺ ആൻഡ് വെൽക്കം ടു അവർ ധന്യാസ് വേൾഡ്. ജാതിപ്പറമ്പും പാടും ഒക്കെ തന്നെ അതേപോലെ തന്നെ നിലനിർത്തി അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ആനിമൽസിനൊക്കെ അറേഞ്ച് ചെയ്ത് പാടത്താണെങ്കിൽ പശുവും ആടും അങ്ങനെയൊക്കെയുള്ള മൃഗങ്ങളെയൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല മനോഹരമായിട്ടുണ്ട് കേട്ടോ. ഒരു കുളത്തിന് അപ്പുറത്തിപ്പുറത്തും ഒരു പാലം ഇട്ടിട്ട് നമുക്ക് അതിൽ കൂടെ കയറി അപ്പുറത്ത് ചെല്ലുമ്പോൾ ഒരു കുഞ്ഞോല വീട് എല്ലാം വീഡിയോയുടെ കാണാം. പെട്ടെന്ന് ആൾക്കാർ നേരിട്ട് വന്ന് കാണാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. താങ്ക്